വിനീതേട്ടാ, ഇനി അടുത്ത സർപ്രൈസിനുള്ള ടൈമായി. എന്താണ്? എന്താണ്? ചെറിയൊരു ക്ലൂ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അവസാനം പ്രേക്ഷകരിലേക്ക് എത്തിയ ആ ഒരു വിഷ്വല് മൊത്തം കാണുന്നത് ഈ നമുക്ക് വരാൻ പോകുന്ന സർപ്രൈസ് ആ ഞാൻ പറഞ്ഞ ആളുടെ കരങ്ങളിലൂടെയാണ്. ഓക്കെ, അത്ര മാത്രം ഒരു ക്ലൂ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ സർപ്രൈസ് ഞാൻ വിളിക്കട്ടെ? യെസ്. അല്ല, ഞാൻ വിളിക്കുന്നില്ല, വരട്ടെ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ആൻഡ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്നാലും വിനി തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അവിടെ ഇരിക്കുകയല്ല. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കൂട്ടുണ്ടാവുന്ന കരുതി. നമ്മൾ തമ്മിൽ ദൂരം ഉണ്ടെങ്കിലും അതില്ലല്ലോ. ഇല്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മുടെ വേദിയിൽ വന്നതുകൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. നമ്മളുടെ ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം സാറാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള കുട്ടികളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവരെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജേട്ടൻ. അതെ, അതില് നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ CID മൂസ, മീശമാധവൻ, ലയൺ, പിന്നെ ക്ലാസ്മേറ്റ്സ്, പിന്നെ എന്റെ എല്ലാ സിനിമകളും, ലാലുവേട്ടന്റെ എല്ലാ സിനിമകളും, ജോർജ് സാറിന്റെ ഒരുപാട് പടങ്ങള്, രാജമാണിക്യം, അങ്ങനെ 2020 അങ്ങനെ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഒരു സിംഹമാണ്. പൂച്ചയെ പോലെ നിൽക്കുന്ന സിംഹമാണ്. അതെ, നല്ല സിനിമ ചെയ്യുന്നവര് അവർക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്നെ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പൊ എന്തായാലും വിനീതൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വിനീതന്റെ എല്ലാ സിനിമകളും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഡയറക്ടർ എഡിറ്റർ എന്നുള്ള ഒരു റിലേഷൻ അപ്പുറത്തേക്ക് എങ്ങനെയാണ് സാർ നിങ്ങളുടെ ഒരു ബന്ധം? അതൊന്ന് പറയാമോ ഞങ്ങളുടെ അടുത്ത്? ഞാൻ വിനീതനെ ആദ്യം കാണുന്നത് ഉദയനാണ് താരത്തിലെ കരളെ കരളെ എന്നുള്ള പാട്ട് കാണാൻ വേണ്ടി വിനീത് എഡിറ്റിൽ വന്നിരുന്നു. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം വിനീതനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ വിനീത് പാട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു CD വേണമെന്ന് പറഞ്ഞു. ഒരു CD റൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സൈൻ ചെയ്ത് വേണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ മലബാർ ആർട്സ് ക്ലബിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം രാത്രിഞ്ചരന്മാരാണ്, രാത്രി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ വിനീതനോട് പറഞ്ഞു, വിനീതെ നമ്മളെ ഒരു കാര്യത്തിൽ യോജിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതെന്താ രഞ്ജേട്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു രാത്രി വർക്കിന്റെ കാര്യത്തിലാണ്. ഇല്ല കുഴപ്പമില്ല, ഞാൻ എഡിറ്റിങ്ങിന് വരുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണാനല്ലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വിനീതേട്ടൻ ലാസ്റ്റ് ആണോ പോവാറ്? എഡിറ്റിംഗ് ടൈമിൽ പോവാറില്ല? ഞാൻ ആക്ച്വലി റഷ് പോലും കാണാറില്ല. ഷൂട്ട് ചെയ്ത ഫുട്ടേജ് പോലും എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമ തൊട്ട് ഞാൻ കാണാറേ ഇല്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രഞ്ജേട്ടനാണ് എല്ലാം നോക്കുന്നത്. ഞാൻ എഡിറ്റ് ആയി കഴിയുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പോയിട്ട് നല്ല ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ രഞ്ജേട്ടനോട് പറയും, രഞ്ജേട്ടാ ഇതെന്തിനാ എന്നെ കാണിക്കുന്നത്, എനിക്ക് ഇച്ചിരിയും കൂടെ ട്രിംഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കണ്ടാൽ മതി, ബാക്കിയൊക്കെ രഞ്ജേട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ രഞ്ജേട്ടനാണ് എല്ലാം ചെയ്യുന്നത്. അതെ. ഇപ്പൊ സാർ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിനീതന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ എന്താണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം? വിനീതിനെ സംബന്ധിച്ച് വിനീതിന് വേണ്ട സിനിമയെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഷൂട്ടിന് മുമ്പേ സ്ക്രിപ്റ്റ് പക്ക റെഡിയായിരിക്കും. അപ്പം വിനീതിന് മനസ്സിൽ വിഷ്വലും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പം വിനീതിൻ്റെ ഒരു മനസ്സിലെ സിനിമയ്ക്ക് അനുസരിച്ച് ഞാൻ അതിനൊന്ന് ട്യൂണപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് വേറെ വലിയ ടെൻഷൻ ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് ലെങ്തൊക്കെ കൂടുതലുണ്ടെങ്കിൽ പോലും ആദ്യമേ വിനീത് പറയും ചിലപ്പോൾ ഇതിന് ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ടാവും, പക്ഷെ കുറയ്ക്കണം എന്ന് പറയാറുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ? പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഓക്കെ, എന്നിട്ട് സിനിമ ലാസ്റ്റ് കാണുന്നത് നിങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരിക്കും അല്ലേ ഫസ്റ്റ്? തീർച്ചയായിട്ടും. വിനീത് എപ്പോഴും എഡിറ്റിംഗിൽ വന്ന് പടം കാണാൻ വരുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ മുറിക്കുള്ളിൽ പറഞ്ഞു തീർക്കാമല്ലോ. ഓക്കെ സാർ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു സിനിമ ഏതായിരിക്കും? തീരെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞിരുന്നു ഇതൊരു ഡിഫറെൻറ്റ് പേസിലായിരിക്കണം എൻ്റെ വർക്ക്. നമുക്ക് ആക്ഷൻ വിനീത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോണിലൊരു പടം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞ പോലെ വിനീത് എഡിറ്റ് കാണാൻ വരില്ല, എഡിറ്റിംഗ് സമയത്ത് എൻ്റെ കൂടെ ഇരിക്കില്ല. അപ്പം അതുപോലെ ഈ പടത്തിന് എനിക്ക് പക്ക ഫൈനൽ എഡിറ്റ് എന്നെ കാണിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരു 2-3 സീൻ എഡിറ്റ് ചെയ്ത് ഞാൻ ഒരു ദിവസം വിനീതോട് ചോദിച്ചു, വിനീത ഞാൻ ഒരു 2 സീൻ അയച്ചു തരട്ടെ, വിനീതൊന്ന് കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ വിനീത് പറഞ്ഞു അതൊന്നും വേണ്ട രഞ്ജേട്ടൻ കംപ്ലീറ്റ് തീർത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ, പക്ക ഫൈനലായിട്ട് ഞാൻ വരുള്ളൂ ഇത്തവണ എന്ന് പറഞ്ഞു.
പിന്നെ അങ്ങ് ചെയ്തു. എന്തായാലും വിനീത് വന്ന് കണ്ടപ്പം വിനീതിന് ഇഷ്ടമായി. അതാണ് എൻ്റെ സമാധാനം. അതെ. പക്ഷെ വിനീതേട്ട അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം മിക്ക ഡയറക്ടേഴ്സും എഡിറ്റിംഗ് ടൈമിൽ എപ്പോഴും ഉണ്ടാവും അവരുടെ ആ ഒരു സിനിമയുടെ പ്രോസസ്സിന്റെ ടൈമിൽ. വിനീതേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ രണ്ടാമത്തെ സിനിമയ്ക്ക് ശേഷം എടുത്തത്? ഒന്ന് രഞ്ജേട്ടൻ എന്താ പറയാ, രഞ്ജേട്ടൻ അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. നമ്മൾ ടെക്നീഷ്യൻസിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് തരും. ഇപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ തലയിലുള്ള ഐഡിയാസ് മാത്രമല്ലേ അവിടെ വരുള്ളൂ. അപ്പൊ രഞ്ജേട്ടൻ അതിൽ വേറൊരു സിനിമ കാണുമല്ലോ. അപ്പം നമ്മൾ ചെയ്തതിനേക്കാളും ഭംഗിയുള്ളൊരു വിഷൻ രഞ്ജേട്ടൻ ഉണ്ടാവുമല്ലോ. പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററാണ്. അപ്പൊ എഡിറ്റർ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ചില സിനിമകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഇമോഷൻ ആയിരിക്കും അല്ലെ, ആ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ. അങ്ങനെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സിനിമ ഏതായിരിക്കും? മിക്കവാറും വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു സീനായിരിക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ്. ആ സീൻ എഡിറ്റ് ചെയ്യുമ്പോ എന്തായിരുന്നു? അത് ഈസി ആയിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് നന്നായി ആസ്വദിച്ച് ചെയ്തു. അതെ, ആസ്വദിച്ച് ചെയ്തു. അല്ല, ഒരു ഷാനോട് ഞാൻ പറഞ്ഞു വന്ന് കണ്ടിട്ട് പോകോളാൻ പറഞ്ഞു ഒരു ദിവസം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. കാരണം എപ്പോഴല്ലേ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എഡിറ്റിന് ശേഷം അഭിനയിച്ച അത്ര ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറൂ. അതായത് ഒരു പരിധി വരെ എന്റെ ദാമ്പത്യം രക്ഷിച്ച ഒരാളാണ് രഞ്ജേട്ടൻ. ആണല്ലേ? അതെ അതെ. അപ്പൊ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ശരിക്കും ഷൂട്ടില്. ഉറപ്പായിട്ടും നമ്മൾ സേഫ് ആവണല്ലോ. അൾട്ടിമേറ്റ്ലി പടം റിലീസ് ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോയി കയറണല്ലോ. അതെ. അപ്പൊ ഞാനൊരു ദിവസം രാവിലെ ഈ പിന്നെ സൈറയും കൊണ്ട് പിന്നെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി, അപ്പൊ ഞാൻ രഞ്ജേട്ടനോട് രഞ്ജേട്ടൻ ഞാനും സൈറയും ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്, സൂത്രത്തിൽ ഞാൻ അവളെ ചിലപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വരാം. കാരണം ഈ സീൻ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമല്ലോ. വെറുതെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ തല്ല് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു രഞ്ജേട്ട എങ്ങനെ. അപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞു ഷാന അതിന്റെ എഡിറ്റ് ഒന്നും പക്കയായിട്ടില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒരു ഏകദേശം ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് ഈ മനുഷ്യന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ കൂടെ പോകേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷെ ഞാൻ ആ വഴിക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ രഞ്ജേട്ടന്റെ ഫ്ലാറ്റ്, വാ നമുക്കൊന്ന് കയറിയിട്ട് പോവാന്ന്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചല്ല ഇപ്പം ഞാൻ പറഞ്ഞു വാ വെറുതെ നമുക്ക് ആ സീനൊക്കെ ഒന്ന് കാണാലോ എന്നും പറഞ്ഞ് കയറി. അപ്പൊ രഞ്ജേട്ടൻ വാ, അതായത് അഭിനയിക്കാൻ ഈ മനുഷ്യൻ ഒട്ടും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടപ്പോ തന്നെ ഇവൾക്ക് മനസ്സിലായി ഇത് പ്ലാൻഡ് ആണ്. അപ്പൊ ഇവള് ഓക്കെ ഓക്കെ. ഞാൻ രഞ്ജേട്ട ആ സീൻ ഒന്ന് കാണിച്ചു കൊടുത്ത അവൾക്ക് അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ രഞ്ജേട്ടൻ ഇത് കാണിച്ചു കൊടുക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെയായിരിക്കണേ, ഇങ്ങനെ നോക്കണേ എന്താണ് റിയാക്ഷൻ. അപ്പൊ അവളാണെങ്കിൽ ഈ ഇരുന്ന് ചിരിച്ച് മറിഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്നോട് എന്താന്ന് വെച്ചാ ആയിക്കോ ഇങ്ങനെ കൈകാണിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു രഞ്ജേട്ട ഞാൻ പോട്ടെ, കാര്യമല്ലെന്ന് തോന്നിക്കാണ്. ഓക്കെ, താങ്ക് യു രഞ്ജേട്ട, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫാമിലിയിൽ എല്ലാവരോടും ഞങ്ങളുടെ വിഷു പറയണം. ഓക്കെ, വിഷു ആശംസകൾ. താങ്ക് യു.